ഹായ് എവരി വൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. ഇന്നത്തെ നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത് UGC നെറ്റിന്റെ പേപ്പർ 1ന്റെ മൊഡ്യൂൾ 2, അതായത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ കൊണ്ടുപോകാൻ പോകുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ യൂണിറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ടീച്ചിങ് ഫീൽഡും റിസർച്ച് ഫീൽഡും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താണ് കൂടുതൽ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ചോദിക്കാനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള PYQs തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ആദ്യം തന്നെ പറയാം എന്താണ് റിസർച്ച്. വാട്ട് ഈസ് റിസർച്ച്? ഈ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ലാറ്റിൻ വേർഡ്. അതായത് അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ ടു നോ എന്നാണ് ആ ലാറ്റിൻ വേർഡിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിസർച്ച് എന്ന് പറയുമ്പോൾ ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ടു നോ എന്നാണ് റിസർച്ചിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. അതായത് റിസർച്ചിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ that indicates to search for something new. That means new ideas, new conclusions, new theory. അതായത് പുതിയ കാര്യങ്ങളെ കണ്ടെത്തുക. ഇപ്പൊ നമ്മളിപ്പം PhD സ്കോളേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ JRF ഒക്കെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ റിസർച്ച് ഫീൽഡിലോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു. അതായത് സംതിങ് ന്യൂ എന്ന് ഉദ്ദേശിക്കുന്ന ന്യൂ ഐഡിയാസ്, ന്യൂ കൺക്ലൂഷൻസ്, ന്യൂ തിയറി. അതുപോലെ സെക്കൻഡ് വൺ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്, logical and an unbiased process wherein verification of hypothesis, data analysis, interpretation and formation of principles can be done. അതായത് സിസ്റ്റമാറ്റിക് ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച്. അതുപോലെ ലോജിക്കൽ ആണ്, അതിൽ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്കൊരു ലോജിക് ഉണ്ടായിരിക്കണം. അതുപോലെ അൺബയാസ്ഡ് പ്രോസസ്, തെറ്റുകളൊന്നും വരരുത്, എറേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ എന്താണോ ഹൈപ്പോത്തിസിസ് കൊടുത്തിരിക്കുന്നത്, വെരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഈ റിസർച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിക്കരും പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കും. ആ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ വെരിഫൈ ചെയ്യും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും. പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും? ഫൈനലി അത് ഫോം ചെയ്ത് നമ്മുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി 3 റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. NPV എന്ന് പറയുന്ന റിസർച്ചർ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ന്യൂ ഫാക്ട്സ് ഓർ വെരിഫൈങ് ഓൾഡ് ഫാക്ട്സ്, their sequences, interrelationship, causal explanations and the natural laws which govern them. അതായത് NPV എന്ന് പറയുന്ന റിസർച്ചർ പറഞ്ഞിട്ടുള്ളത്? റിസർച്ച് എന്ന് പറയുന്നത് പുതിയ ഫാക്ട്സുകളെ ഡിസ്കവർ ചെയ്യുന്ന മെത്തേഡാണ്. അതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. പുതിയ ഫാക്ട്സുകളെ ഡിസ്കവർ ചെയ്യുക, എന്നിട്ട് പഴയ ഓൾഡ് ഫാക്ട്സിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ പുതിയ ഫാക്ട്സുമായിട്ട് ഓൾഡ് ഫാക്ട്സിന് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അതിൽ നിന്നും പുതിയതായിട്ട് ഫോം ചെയ്തതാണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. സീക്വൻസസ്, ഇന്റർ റിലേഷൻഷിപ്പ്, കാഷ്വൽ എക്സ്പ്ലനേഷൻസ് ആൻഡ് ദ നാച്ചുറൽ ലോസ് വിച്ച് ഗവേൺ ദം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് NPV റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. ഡിസ്കവറിങ് ന്യൂ ഫാക്ട്സ്, പുതിയ ഫാക്ട്സ്, ഐഡിയാസ്, കൺക്ലൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. വെരിഫൈങ് ഓൾഡ് ഫാക്ട്സ്, പഴയ ഫാക്ട്സുകളെ നമ്മൾ കറക്റ്റ് ആണോ കൃത്യമാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീക്വൻസസ് എന്തൊക്കെയാണെന്ന് വെരിഫൈ ചെയ്യുക. അതുപോലെ ഇന്റർ റിലേഷൻഷിപ്സ്, കാഷ്വൽ എക്സ്പ്ലനേഷൻസ്, പിന്നെ നാച്ചുറൽ ലോസ്, ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് വൺ, ക്ലിഫോർഡ് വുഡി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അതായത് ക്ലിഫോർഡ് വുഡി എന്ന് പറയുന്ന സയന്റിസ്റ്റ്, റിസർച്ചർ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ക്ലിഫോർഡ് വുഡി. റിസർച്ചിൽ കുറെ സ്റ്റെപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. റിസർച്ച് കംപ്രൈസസ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് ദ പ്രോബ്ലംസ്. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ റിസർച്ചിന് എടുക്കുന്ന ടോപ്പിക്കാണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുക, വീണ്ടും റീഡിഫൈൻ ചെയ്യുക. ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക, എന്നിട്ട് സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുക. ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ്, ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക. കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡേറ്റ,
നമുക്ക് വേണ്ടുന്ന ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുക, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഡേറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം കൃത്യമായ രീതിയിൽ നമ്മൾ അത് ഓർഗനൈസ് ചെയ്യും. അതിനുശേഷം ആ ഡേറ്റ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആ ഡേറ്റ ഇവാലുവേഷനിൽ നിന്നും നമുക്ക് ആ റിസർച്ചിന്റെ ടോപ്പിക്കിന്റെ കൺക്ലൂഷൻസ് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഡിഡക്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫൈനലി നമ്മൾ ആ ഒരു കൺക്ലൂഷൻസ് റീച്ച് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു കൺക്ലൂഷൻസ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. നമ്മൾ ആദ്യമേ എടുത്തിട്ടുള്ള ഹൈപ്പോത്തിസിസുമായിട്ട് ഈ ഒരു എന്താ പറഞ്ഞിട്ടുള്ളത് ഹൈപ്പോത്തിസിസിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. അപ്പൊ ഇത്രയുമാണ് ആദ്യം ക്ലിഫോർഡ് വുഡി പറഞ്ഞിട്ടുള്ള റിസർച്ചിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റെഡ്മാൻ ആൻഡ് മോരി എന്ന് പറയുന്ന റിസർച്ചറാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് എഫോർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. അതായത് പുതിയ അറിവുകൾ, പുതിയ നോളജിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി റിസർച്ച് എന്ന് പറയുന്നത് ന്യൂ നോളജ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് എഫോർട്ടാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും സംതിങ് ന്യൂ ഐഡിയാസ്, ന്യൂ കൺക്ലൂഷൻസ്, ന്യൂ തിയറീസ്, ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെർച്ച് ഫോർ സംതിങ് ന്യൂ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമ്മളുടെ ഒരു സിസ്റ്റമാറ്റിക് എഫോർട്ട് അല്ലെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതിൽ NPV, അതുപോലെ ക്ലിഫോർഡ് വുഡി, റെഡ്മാൻ ആൻഡ് മോറി, ഇവർ 3 റിസർച്ചേഴ്സ് കൊടുത്ത ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. റിസർച്ച് എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിങ്, ന്യൂ ഫാക്ട്സ് ഡിസ്കവർ ചെയ്യുക, ഓൾഡ് ഫാക്ട്സ് വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഡിഫൈനിങ് റീഡിഫൈനിങ് പ്രോബ്ലംസ്, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ്, suggesting solutions, data collection, conclusions, testing that conclusions. അതുപോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു ഗെയിൻ ന്യൂ നോളജ്. പുതിയ നോളജ് ഗെയിൻ ചെയ്യാനുള്ള ഒരു എഫോർട്ടാണ്. അപ്പൊ ഇത്രയാണ് റിസർച്ച് എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, റിസർച്ച് എന്ന് പറയുമ്പോൾ ലാറ്റിൻ വേർഡ്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു നോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി റിസർച്ചിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ അത് പുതിയതായിട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് റിസർച്ച് എടുത്ത് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. റിസർച്ചിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ, റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു റിസർച്ച് ചെയ്താൽ എത്ര തവണ നമ്മൾ അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നു, എല്ലാം തന്നെ സെയിം കൺക്ലൂഷൻസിൽ നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. എത്രത്തോളം ഈ റിപ്പീറ്റ് ചെയ്ത് നമ്മൾക്ക് റിലയബിൾ ആകുന്നു, റിപ്പീറ്റഡ് റിസൾട്ട്സ് സെയിം ആകുന്നു, അപ്പൊ അത്രയും കൺസിസ്റ്റന്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഹയർ ദ ലെവൽ ഓഫ് കൺസിസ്റ്റൻസി, അത്രയും ഹയർ ആ ഒരു റിസർച്ച് എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കും. മനസ്സിലായോ? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ്യതയാണ്. അതായത് ഒരു ടോപ്പിക് എടുത്ത് നമ്മൾ ഒരു തവണ റിസർച്ച് ചെയ്തു, നമുക്ക് കുറെ റിസൾട്ട് കിട്ടി. അതേ ടോപ്പിക്ക് റിപ്പീറ്റ് എടുത്തിട്ട് വീണ്ടും ചെയ്യുമ്പോൾ എന്താണ്? ആ ഒരു സെയിം റിസൾട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അപ്പൊ എത്രത്തോളം ആ ഒരു കൺസിസ്റ്റൻസി ലെവൽ കൂടുന്നോ അത്രയും നമ്മളുടെ റിസർച്ച് എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കും. അതാണ് റിലയബിലിറ്റിയിൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തത് വാലിഡിറ്റി ആണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന റിസർച്ച് വാലിഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ കണ്ടന്റിന് ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഇന്റേണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി, അങ്ങനെ കുറെ ടൈപ്സ് വാലിഡിറ്റി ഉണ്ട്. അപ്പം വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ആ ഒരു എടുക്കുന്ന ടോപ്പിക്ക് വാലിഡ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. ഓക്കെ, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ആക്യുറസിയാണ്. ആക്യുറസിയും വാലിഡിറ്റിയും ഏകദേശം സെയിം ആണ്. കൃത്യത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ അനാലിസിസ്, ഇതൊക്കെ ശരിയായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ള മീനിങ് ആണ്. വാലിഡിറ്റിയും ആക്യുറസിയും ഒക്കെ രണ്ടും ഒരേപോലെ സെയിം റിസൾട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യത ഉള്ളതായിരിക്കണം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ. അല്ലാതെ ഇല്ലാത്ത ഫാക്ട്സ് അല്ലെങ്കിൽ കള്ളത്തരത്തിൽ നമ്മൾ എന്താണ് ഡേറ്റാസ് ഒക്കെ ഇല്ലാത്ത ഡേറ്റാസ് ഒക്കെ കൊണ്ടുവന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യാനൊന്നും റിസർച്ചിൽ പറ്റില്ല. അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. ഏത് ടോപ്പിക് ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്ന റിസർച്ചിന്റെ എന്ന് പറയുന്നത് ക്രെഡിബിൾ ആയിരിക്കണം. അതുപോലെ ജനറലൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ടോപ്പിക് എടുത്ത് നമ്മൾ റിസർച്ച് ചെയ്ത് ഫൈനലി നമ്മൾ കൺക്ലൂഷനിൽ എത്തിപ്പെട്ടു. ആ കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ റിസർച്ചിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്യപ്പെടണം. എന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ ആ ഒരു റിസൾട്ട്
അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. എന്ന് വെച്ചാൽ അത്രയും പേര് ആ ഒരു റിസർച്ച് റിസൾട്ടിനെ അംഗീകരിക്കപ്പെടണം. അതാണ് ജനറലൈസബിലിറ്റി എന്ന് പറയുന്നത്. ജനറലൈസ് ചെയ്യാൻ പറ്റണം. ഏത് ടോപ്പിക് ആയിക്കോട്ടെ ആ റിസർച്ച് റിസൾട്ട് എന്ന് പറയുന്നത് ജനറലൈസബിൾ ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമ്മളുടെ ആ ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ഇംപെരിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുത്തു, നമ്മൾ പറഞ്ഞു അത് റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു റിസർച്ചിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്താ, സക്സസ്ഫുൾ ആയിരിക്കണം. ഇംപെരിക്കൽ റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, സക്സസ്ഫുൾ ആയിരിക്കണം. അതുപോലെ എന്താണ്, ഒബ്ജക്റ്റിവിറ്റി. നമ്മൾ എടുക്കുമ്പോൾ ഒരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്കിന് കുറെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പൊ ഇന്ന ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ഫീമെയിൽ അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ വേറൊരു പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഒരു എപ്പിഡമിക് ഡിസീസസിനെ കുറിച്ച് ചെറിയൊരു റിസർച്ച് നമ്മൾ ചെയ്യാൻ പോവാണ്. ഏത് മേഖലയിലാണ് അത് കൂടുതലായിട്ട് ഫങ്ഷൻസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നത്, എത്ര പേരാണ് അതിന്റെ മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ കുറെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് ഈ ഒരു അസുഖം ഏതൊരു ഭാഗത്തെയാണ് കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഏജിനുള്ളവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പ്രൈമറി റീസൺ. ഇങ്ങനെ കുറെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഏത് ടോപ്പിക് ആയിക്കോട്ടെ ആ റിസർച്ച് എടുക്കുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അതുപോലെ സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ. ഏത് റിസർച്ച് ആവട്ടെ, നമ്മൾ ഡെഫിനേഷനകത്ത് പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ മെത്തേഡ് ആയിരിക്കണം അത് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. കൺട്രോൾഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റിസർച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ ചില വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റീവും നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നത്, അത് നമ്മളെ എത്തിക്കുന്നത്. അതുപോലെ സൈക്ലിക്കൽ ആയിരിക്കണം. സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, വീണ്ടും നമുക്ക് ഒരു സൈക്ലിക്കൽ പ്രോസസ് ആയിട്ട് ടോപ്പിക്സിനെ കാണാൻ പറ്റണം. പിന്നെ റെപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലയബിലിറ്റി പറഞ്ഞില്ലേ, റിലയബിലിറ്റി പോലെ തന്നെ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, മീൻസ് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും തന്നെ നമുക്ക് സെയിം റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അപ്പൊ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണോ ആ ഒരു റിസർച്ച് എന്ന് പറയുന്നത് അത്രയും നമ്മളുടെ റിസർച്ച് എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കും അല്ലെങ്കിൽ റെപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിസർച്ചിന് വന്നിരിക്കുന്നത്. ഒന്നാമത്തത് റിലയബിലിറ്റി, വാലിഡിറ്റി, ആക്യുറസി, ക്രെഡിബിലിറ്റി, ജനറലൈസബിലിറ്റി, ഇംപെരിക്കൽ റിസർച്ച്, ഒബ്ജക്റ്റിവിറ്റി, സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ, കൺട്രോൾ ഫാക്ടർ, സൈക്ലിക്കൽ ആൻഡ് റെപ്ലിക്കബിൾ. ഓക്കെ ആണല്ലോ. ഇപ്പൊ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇപ്പൊ അടുത്ത നമ്മൾക്ക് പറയാൻ പോകുന്നത് ഇനി ടൈപ്സ് ഓഫ് റിസർച്ച്. അപ്പം റിസർച്ച് നമ്മൾ പറഞ്ഞു, റിസർച്ച് എന്താണെന്ന് പറഞ്ഞു, കുറെ ഡെഫിനിഷൻസ് പറഞ്ഞു, അതിന്റെ ടൈപ്സ് ഓഫ് റിസർച്ച്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. ഓക്കെ, ഇതില് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുമ്പം എന്തൊക്കെയാണ്? ഒന്ന് ഫണ്ടമെന്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, കോൺസെപ്ച്വൽ ആൻഡ് സോഷ്യൽ റിസർച്ച്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത്. പല ടൈപ്പിൽ നമുക്ക് റിസർച്ചസ് ഉണ്ട്. ഒരു റിസർച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പലതായിരിക്കും. ഡെപ്ത് ആയിട്ട് ചെയ്യേണ്ട ടോപ്പിക്സുകൾ കാണും, ഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് കാണും, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ പോകാതെ നമ്മൾ സെക്കൻഡറി ആയിട്ട് ചെയ്തു പോകുന്ന റിസർച്ചുകൾ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ പല ടൈപ്സ് റിസർച്ചുകൾ ഉണ്ട്. അതിലെ പ്രധാനം എന്ന് പറയുന്നത് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെ ഇംപെരിക്കൽ റിസർച്ച് ആണ്. ഇംപെരിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടൈം ലൈനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു റിസർച്ച് എടുക്കുമ്പോഴും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏത് ടൈപ്പ് റിസർച്ച് ആയിക്കൊള്ളട്ടെ നമ്മൾ ഫോളോ ചെയ്യുന്ന അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് റിലയബിലിറ്റി, വാലിഡിറ്റി, ആക്യുറസി, ക്രെഡിബിലിറ്റി, ജനറലൈസബിലിറ്റി, ഇംപെരിക്കൽ ആയിരിക്കണം. അപ്പൊ അത്തരത്തിൽ ഏത് റിസർച്ച് ഫോളോ ചെയ്താലും ആ ഒരു റിസർച്ചിന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അപ്പൊ നമുക്കിനി ടൈപ്സ് ഓഫ് റിസർച്ച് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് റിസർച്ച്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ടുള്ള. ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്കറിയാം, ബേസിക് ആണ്. അതായത് ഇറ്റ്സ് എ ബേസിക് ഓർ പ്യുവർ റിസർച്ച്. നമ്മൾ ഏറ്റവും ഫണ്ടമെന്റൽ ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങിയാണ് റിസർച്ച് ചെയ്യാനായിട്ട്. അപ്പം ഇറ്റ്സ് എ ബേസിക് ഓർ പ്യുവർ റിസർച്ച് ആണ് എന്താ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ജനറേറ്റ് ന്യൂ ഇൻഫോർമേഷൻ ഇൻ എ ഫണ്ടമെന്റൽ ഫാഷൻ. അതായത് ബേസിക് ആയിട്ട് നമ്മൾ ഒരു ടോപ്പിക് എടുക്കുന്നു,
ആ ഒരു ടോപ്പിക്ക് നമ്മൾ റിസർച്ച് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് പുതിയ ഇൻഫോർമേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം ആ ഒരു ഫണ്ടമെന്റൽ രീതിയിൽ നമ്മളൊരു പുതിയ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജനറലൈസേഷൻ. നമ്മൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫണ്ടമെന്റൽ റിസർച്ച് ക്യാൻ ടേക്ക് ഷേപ്പ് ഇൻ 2 ways. 2 രീതിയിൽ നമുക്ക് ഫണ്ടമെന്റൽ റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ഇൻ ദ ഫോം ഓഫ് എ ന്യൂ തിയറി, ഒരു പുതിയ തിയറി തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ഒരു എക്സിസ്റ്റിംഗ് തിയറി, നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയെ ഒന്നും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ബേസിക് റിസർച്ച് ആണ് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് ആണ്. നമുക്ക് പുതിയ പുതിയ ഇൻഫോർമേഷൻസിനെ ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജനറലൈസേഷൻ. ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ അപ്ലിക്കബിൾ ആയിരിക്കും. 2 രീതിയിലാണ്. ഒന്ന്, ഒരു പുതിയ തിയറി ഫോം ചെയ്യാൻ പറ്റും, ഇറ്റ്സ് എ ഫോർമേഷൻ ഓഫ് എ ന്യൂ തിയറി. അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് തിയറിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫണ്ടമെന്റൽ റിസർച്ചിനകത്ത് വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, അപ്ലൈഡ് റിസർച്ച്. അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് അറിയാവുന്ന ഫാക്ട്സുകളെ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പുതിയ തിയറീസിനെ നമ്മൾ വേറൊരു ആക്ച്വൽ ഓപ്പറേഷണൽ ഫീൽഡ്സ് അല്ലെങ്കിൽ പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അതാണ് പേര് പോലെ തന്നെ അപ്ലൈഡ്. ഓക്കെ, തിയറീസ് ഡെവലപ്ഡ് ബൈ ഫണ്ടമെന്റൽ റിസർച്ച് ആർ ഫർദർ അപ്ലൈഡ് ടു ആക്ച്വൽ ഓപ്പറേഷണൽ ഫീൽഡ്സ് ഓർ പോപ്പുലേഷൻ. അതായത് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് നമ്മൾ ഫണ്ടമെന്റൽ റിസർച്ച് വഴി കണ്ടുപിടിച്ചിട്ടുള്ള തിയറീസ് ഒക്കെ ഉണ്ടല്ലോ, ആ തിയറീസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ആക്ച്വൽ ഓപ്പറേഷണൽ ഫീൽഡ്സ് അല്ലെങ്കിൽ പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ അതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എയിംസ് അറ്റ് ദി കളക്ഷൻ ഓഫ് ഡേറ്റ ഫോർ വെരിഫൈങ് എക്സിസ്റ്റിംഗ് തിയറീസ് ആൻഡ് മോഡൽസ് ആൻഡ് ഹെൽപ്സ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ റിയൽ ലൈഫ് പ്രോബ്ലം ഓർ സിറ്റുവേഷൻസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾക്ക് നിലവിലുള്ള എക്സിസ്റ്റിംഗ് തിയറീസ്, ഇപ്പൊ ഫണ്ടമെന്റൽ റിസർച്ച് വഴി കണ്ടുപിടിച്ചിട്ടുള്ള എക്സിസ്റ്റിംഗ് തിയറീസിനെ വേരിഫൈ ചെയ്യുക, അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിനൊരു വേരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഡേറ്റ കളക്ഷൻ നടത്തും. എന്നിട്ട് ഡേറ്റ കളക്ഷൻ നടത്തും. അതുപോലെ എന്താണ്, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ റിയൽ ലൈഫ് പ്രോബ്ലംസ് ഓർ സിറ്റുവേഷൻസ്. നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയൽ ലൈഫ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ കൺവിൻസിങ് എവിഡൻസ് ടു ദ യൂസ്ഫുൾനെസ് ഓഫ് ബേസിക് റിസർച്ച് ഓർ തിയറി. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച്, പ്യുവർ റിസർച്ച് എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. അപ്പൊ ആ ബേസിക് റിസർച്ച് അല്ലെങ്കിൽ ബേസിക് തിയറിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എവിഡൻസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്, ഓൾറെഡി ആ ഡേറ്റാസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഫാക്ട്സും ഡേറ്റാസും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ചിന് ഉപകാരപ്രദമായിട്ടുള്ള എവിഡൻസുകൾ, കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ അപ്ലൈഡ് റിസർച്ചിന് പറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഫണ്ടമെന്റൽ അപ്ലൈഡ് റിസർച്ച്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച് ആണ്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ഷൻ ഓറിയന്റഡ് റിസർച്ച് that is undertaken to find an immediate solution to a problem. Immediate solution എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം, അത് ആക്ഷൻ റിസർച്ച് ആണ്. ആക്ഷൻ ഓറിയന്റഡ് ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക, ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. ഒരു പ്രോബ്ലം വേണമെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ദറ്റ് ഈസ് ആക്ഷൻ ഓറിയന്റഡ് റിസർച്ച്. രണ്ടാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ the researcher himself can take action and an authority takes necessary steps or action. Sometimes ഇപ്പോൾ ചില കേസസിൽ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ റിസർച്ചർ തന്നെ എന്ത് ചെയ്യും, ആ ഒരു ആക്ഷൻ എടുക്കാറുണ്ട്. സംടൈംസ് ദ റിസർച്ചർ ഹിംസെൽഫ് ക്യാൻ ടേക്ക് ആക്ഷൻ ആൻഡ് ആൻ അതോറിറ്റി ടേക്സ് എ നെസസറി സ്റ്റെപ്സ്. ചില സമയങ്ങളിൽ റിസർച്ചർ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി തന്നെ വേണ്ടുന്ന നെസസറി സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കും. സംടൈംസ് ദ റിസർച്ചർ ഹിംസെൽഫ് അല്ലെങ്കിൽ ദ അതോറിറ്റി ടേക്സ് എ നെസസറി സ്റ്റെപ്സ് ഓർ ആക്ഷൻ. ഇതാണ് ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് പറയുന്നത്. സോ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും മൈൻഡിൽ ചിന്തിക്കുക, ഇറ്റ്സ് ആൻ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് വേണ്ടുന്ന ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്ക്രിപ്ഷൻ. പേരിൽ പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് മീൻസ് ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ.
description of the state of affairs as they are in their own right. The researcher has no control over the variable, field survey, case studies, interviews. ഈ ഒരു രീതിയിലൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നടത്തുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് എന്നിട്ട് നമ്മൾ അതിന്റെ ഒരു കേസ് സ്റ്റഡി തരികയാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ച് നമ്മൾക്ക് ഉള്ള പോയിന്റ്സും നമ്മൾക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലായിട്ടുള്ളത്, എന്താണ് അതിലെ പ്രോബ്ലം, അതിന്റെ സൊല്യൂഷൻസ്, ഇതൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫീൽഡ് സർവേസ് ഉണ്ട്. നമ്മൾ ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിലേക്ക് ചെന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക. അതുപോലെ ഇന്റർവ്യൂസ്. അപ്പൊ ഇവിടെ റിസർച്ചറിന് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾസ്. കാരണം ഫീൽഡ് സർവേ, കേസ് സ്റ്റഡി, ഇന്റർവ്യൂസ് ഇവിടെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ ചെന്ന് നമ്മൾ സർവേ എടുക്കുകയാണ്, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ഫോളോ അപ്പ് ചെയ്യുകയാണ്, ഇന്റർവ്യൂസ് നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റിസർച്ചറിന് ആ ഒരു വേരിയബിൾസിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. പിന്നെ പ്രധാനമായിട്ടും അവിടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അല്ലെങ്കിൽ ദ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾസ്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? അനലിറ്റിക്കൽ റിസർച്ച് ആണ്. ഫിഫ്ത്ത് വൺ ഈസ് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അനാലിസിസ്. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അനാലിസിസ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ റിസർച്ചർ ഹാസ് ടു ഡു അനാലിസിസ്. അവിടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്? നമ്മൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ ലോജിക് അല്ലെങ്കിൽ റീസണിങ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ അനലൈസ് ചെയ്യുന്നതാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ പേര് പോലെ തന്നെ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ അനാലിസിസ് ആണ്. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോജിക് അല്ലെങ്കിൽ റീസണിങ്, പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ ലോജിക് ആൻഡ് റീസണിങ് ചെയ്യുന്നതാണ് എന്ത്? അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു അനാലിസിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്, വളരെ ആഴത്തിലുള്ള സ്റ്റഡിയാണ്. ആദ്യം ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ചുകളും ഉണ്ട്, ജസ്റ്റ് നമുക്ക് ഫാക്ട്സുകൾ മാത്രം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്ന റിസർച്ചുകളും ഉണ്ട്. അപ്പം അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്. ഇൻഡെപ്ത് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കുറച്ച് ആഴത്തിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത്, പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് ഡേറ്റയെ അനലൈസ് ചെയ്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് വന്ന പോയിന്റ് എന്താണ്? ഇറ്റ് വർക്ക്സ് അണ്ടർ എ കൺസ്ട്രെയിൻഡ് സെറ്റ് ഓഫ് വേരിയബിൾസ്. ഇപ്പൊ ആദ്യം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പറഞ്ഞു റിസർച്ചറിന് ആ വേരിയബിൾസിൽ യാതൊരുവിധ കൺട്രോളും ഉണ്ടാവില്ല. പക്ഷെ അനലിറ്റിക്കൽ റിസർച്ചിനകത്ത് ഒരു സെറ്റ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, അത് കൺട്രോൾഡ് ആണ്. കൺസ്ട്രെയിൻഡ് സെറ്റ് ഓഫ് വേരിയബിൾസിലാണ് ഈ ഒരു അനലിറ്റിക്കൽ റിസർച്ച് വർക്ക് ചെയ്യുന്നത്. അതുപോലെ റിക്വയർസ് എ യൂസ് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ഇവാലുവേഷൻ. അപ്പം ഒരു പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുക, ലോജിക്കൽ അല്ലെങ്കിൽ റീസണിംഗ് പരമായി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ഓക്കെ, നമ്മൾ ഒരു പ്രീവിയസ്ലി ഡേറ്റയെ നമ്മൾ എന്താണ് അനലൈസ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്, നമ്മൾ അതിനെ വിമർശനാത്മകമായി ചിന്തിക്കുകയും വേണം. അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ നോക്കണം, നെഗറ്റീവ് കാര്യങ്ങൾ നോക്കണം. അപ്പൊ അവിടെ ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ഇവാലുവേഷൻ അനലിറ്റിക്കൽ റിസർച്ചിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നതും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നതും ഒരുമിച്ച് പഠിക്കാം. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി, എന്തോ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? നമ്പേഴ്സ്, ഗ്രാഫ്, അത്തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ കോൺസെപ്റ്റ്സ്, തോട്ട്സ്, എക്സ്പീരിയൻസസ് ഒക്കെയാണ്. അവിടെ ക്വാളിറ്റി പരമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ കോൺസെപ്റ്റ്, നമ്മളുടെ ചിന്തകൾ, എക്സ്പീരിയൻസസ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ളതാണ് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നോക്കിക്കോ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താ ഫസ്റ്റ് പോയിന്റ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് നമ്പേഴ്സ് ആൻഡ് ഗ്രാഫ് യൂസ്ഡ് ടു ടെസ്റ്റ് ഓർ കൺഫേം തിയറീസ് ആൻഡ് അസംഷൻസ്. നമ്മൾക്ക് കുറെ തിയറീസും അസംഷൻസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ തിയറീസ്, അസംഷൻസ് ഒക്കെ കൺഫേം ചെയ്യുക, അത് കറക്റ്റ് ആണോ അത് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രാഫ്സ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു തിയറി അല്ലെങ്കിൽ ആ തിയറി പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് സോൾവിങ് ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രാഫുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. മെയിൻലി ഈ ഫിനാൻസ് ഡേറ്റാസ് ഒക്കെ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ഗ്രാഫുകൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അതാണ് പറഞ്ഞിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. യൂഷ്വലി ഡിഡക്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് ബിഗിൻസ് വിത്ത് എ ഗിവൺ തിയറി. ഒരു പർട്ടിക്കുലർ തിയറി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് ഡെഡ്യൂസ് ചെയ്ത് വരികയാണ്. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ജനറലൈസബിൾ ഫാക്ട്സ് അബൌട്ട് എ ടോപ്പിക്. അതായത് ഒരു ടോപ്പിക്കിൽ
ജനറലൈസബിൾ ഫാക്ട്സ് ആണ്, എല്ലാവർക്കും അംഗീകരിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഫാക്ട്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരിക്കും മെയിൻ ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച്. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ചില സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളുണ്ട്, മെയിൻലി ഫിനാൻസ് പരമായിട്ടുള്ള ഡേറ്റാസ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സും സോഫ്റ്റ്വെയറും ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അത്തരത്തിൽ വരുന്ന നമ്പേഴ്സ്, ഗ്രാഫ്സ് ഒക്കെ കൺസേൺ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ആണ്. അതുപോലെ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ഫാക്ട്സിനെ നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഏഴാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അത് കോൺസെപ്റ്റ്സുകളെ മനസ്സിലാക്കുക, തോട്ട്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്സ്, തോട്ട്സ് ഓർ എക്സ്പീരിയൻസസ്. ഇവിടെയും എന്ത് വേണം? അനലറ്റിക്കൽ പോലെ തന്നെ നമ്മൾക്ക് കുറച്ച് ഇൻഡെപ്ത് ഇൻസൈറ്റ്സ് ഉണ്ടായിരിക്കാം. നമുക്ക് ആഴത്തിൽ നമ്മൾക്ക് കുറെ ഇൻസൈറ്റുകൾ വേണം. ഇപ്പൊ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു തോട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ്? ഒരു കൊഗ്നിഷൻ ഉണ്ടാവണം, അല്ലെ? ഇൻസൈറ്റ്സ് ഉണ്ടാവണം. നമ്മളുടെ മെമ്മറി, ബ്രെയിൻ ഒക്കെ അതനുസരിച്ച് എന്താണ് പ്രവർത്തിക്കണം. ഒരു ഇൻഡെപ്ത് ഇൻസൈറ്റ്സ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ ആസ്പദമാക്കി ഉണ്ടായിരിക്കണം. ഇനി യൂഷ്വലി ഇൻഡക്റ്റീവ് ആണ്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലേക്കാണ് അത് വരുന്നത്, അല്ലെ? ആൻഡ് ഇറ്റ് ബിഗൈൻസ് വിത്ത് എ സോഷ്യൽ റിയാലിറ്റി ഫോളോഡ് ബൈ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ തിയറി അറൌണ്ട് ഇറ്റ്. ഒരു സോഷ്യൽ റിയാലിറ്റി ആണ്, അത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് അതുമായിട്ടുള്ള നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ്, നമ്മളുടെ എക്സ്പീരിയൻസസ്, ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അതിന് ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ എട്ടാമത്തെ എന്താണ്? കോൺസെപ്ച്വൽ റിസർച്ച്. പേര് പോലെ തന്നെ എന്താണ്? കോൺസെപ്റ്റ്സുകളെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിനെ നമ്മൾ റീ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇറ്റ്സ് അണ്ടർടേക്കൺ ബൈ ഫിലോസഫേഴ്സ് ഓർ തിങ്കേഴ്സ് ടു റീ ഇന്റർപ്രറ്റ് ആൻ എക്സിസ്റ്റിംഗ് ഡേറ്റ. അതുപോലെ തന്നെ സം റിസർച്ചേഴ്സ് യൂസ് എ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ടു സ്റ്റഡി ബിസിനസ് ഓർ മാർക്കറ്റ് ഫിനോമിന. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് കണ്ടക്ടിങ് എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് അബ്സ്ട്രാക്ട് ഇൻ നേച്ചർ. അതായത് ചില കോൺസെപ്റ്റ്സുകളെ, ഒരു എക്സിസ്റ്റിംഗ് ഐഡിയയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റീ ഇന്റർപ്രറ്റ് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ആണ്, നമുക്ക് വേറൊന്നും വേണ്ട, അതൊരു അബ്സ്ട്രാക്ട് ആണ്, നമ്മൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുകൾ മാത്രം തരം തിരിച്ചെഴുതുക, അതാണ് കോൺസെപ്റ്റുവൽ റിസർച്ച് എന്ന് പറയുന്നത്. അതിനെന്താണ്? പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് പോലെ എക്സ്പെരിമെന്റ്സോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യണമെന്നില്ല. സോ ദാറ്റ് ഈസ് കോൺസെപ്റ്റുവൽ റിസർച്ച്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? പേര് പോലെ തന്നെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ വെൽബീങ്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസർച്ച് തന്നെയാണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ്. നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്? ഇറ്റ് ഇൻവോൾവ്സ് അപ്ലൈയിങ് എ സയന്റിഫിക് മെത്തഡോളജി, അതായത് സയന്റിഫിക് മെത്തഡോളജി നമ്മൾ അപ്ലൈ ചെയ്യുക. ടു സ്റ്റഡി സോഷ്യൽ ഫിനോമിന യൂസിങ് മെത്തേഡ്സ് ലൈക്ക് surveys, interviews and experiments to gather and analyze data which can be quantitative, qualitative or combination of both. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളൊരു സോഷ്യൽ ഫിനോമിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ അവിടെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഇൻവോൾവ്സ് അപ്ലൈയിങ് എ സയന്റിഫിക് മെത്തഡോളജി ടു സ്റ്റഡി സോഷ്യൽ ഫിനോമിന. അവിടെ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സർവേ യൂസ് ചെയ്യാറുണ്ട്. ഒരു സൊസൈറ്റിയുടെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സർവേസ് യൂസ് ചെയ്യാറുണ്ട്. ഇന്റർവ്യൂസ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യാറുണ്ട്. സർവേ, ഇന്റർവ്യൂ, എക്സ്പെരിമെന്റ്സ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഡേറ്റ നമ്മൾ ഗ്യാദർ ചെയ്യുക, എന്നിട്ട് ആ ഡേറ്റ അനലൈസ് ചെയ്യുക. നമ്മൾ ഗ്യാദർ ചെയ്യുകയും അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം, ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ. ചിലപ്പം നമ്പേഴ്സ്, ഗ്രാഫ്സ് അത്തരത്തിലുള്ള ഫിനാൻസ് പരമായിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ തോട്ട്സ്, അത്തരത്തിൽ മറ്റുള്ള റീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഡേറ്റ ആയിട്ട് കിട്ടുന്നത്. ദ ഗോൾ ഈസ് ടു ബിൽഡ് നോളജ്, ടെസ്റ്റ് തിയറി ആൻഡ് സോൾവ് സോഷ്യൽ പ്രോബ്ലംസ്. അതായത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡ് നോളജ്, തിയറീസ് ടെസ്റ്റ് ചെയ്യുക, ഇനി സൊസൈറ്റിയൽ പ്രോബ്ലംസ്, അതായത് സോഷ്യൽ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പൊ ഇതാണ് സോഷ്യൽ റിസർച്ച്. ഇനി സോഷ്യൽ റിസർച്ച് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ചില കാര്യങ്ങളും കൂടെ വേണം. ഡെവലപ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, എനേബിൾസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, എൻഹാൻസസ് അണ്ടർസ്റ്റാൻഡിങ്, ബിൽഡ് എ നോളജ് ബേസ്. അതായത്
ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഇവിടെയും ഒരു ഹ്യൂമൻ ബിഹേവിയർ കോൺസെപ്ച്വൽ പരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇൻഡെപ്ത് ഇൻസൈറ്റ്സ്, അതൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടാകും, പിന്നെ പ്രധാനമായിട്ടും നമ്മൾക്കത് മനസ്സിലാകും. ഇറ്റ് എനേബിൾസ് അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ ഒരു നോളജ് ബേസ് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും റിസർച്ചുകളായിരുന്നു. ഫണ്ടമെന്റൽ റിസർച്ച് ഉണ്ട്, ബേസിക് ആയിട്ടുള്ള റിസർച്ച് ആണ്. അപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുന്നു ടു എ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ. ഓക്കെ. അതുപോലെ ആക്ഷൻ റിസർച്ച്, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ദാറ്റ് ഈസ് ആക്ഷൻ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ്, അനലറ്റിക്കൽ. അനലറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്. പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ നമ്മൾ അനലൈസ് ചെയ്യുക. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇവാലുവേഷൻ ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. അതുപോലെ കോൺസെപ്ച്വൽ റിസർച്ച്, സോഷ്യൽ റിസർച്ച്. ഇനി അപ്പൊ ആദ്യം നമ്മൾ എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞു. പിന്നെ റിസർച്ചിന് ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് റിസർച്ച് നടത്താമെന്ന് പറഞ്ഞു. ഇനി എല്ലാത്തിനും ഉപരി റിസർച്ച് ചെയ്യുന്നതിന് ഒരു പ്രോസസ് ഉണ്ട് അല്ലെ. ചുമ്മാ നമുക്ക് ചെന്നിട്ട് റഫായിട്ട് ഒരു റിസർച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി റിസർച്ച് ഫോളോ ചെയ്യുന്ന ഒരു റിസർച്ച് പ്രോസസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ റിസർച്ച് പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് പ്രോസസ്സ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, റിവ്യൂയിങ് ലിറ്ററേച്ചർ, സെറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തിസിസ്, choosing the study design, designing on the sample design, collecting data, processing and analyzing data, writing the report. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ റിസർച്ച് എന്ന് പറയുന്നത്, റിസർച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ PhD അല്ലെങ്കിൽ JRF നമ്മൾ അല്ലെങ്കിൽ പ്രോജക്ട്സുകൾ വർക്ക്ഔട്ട് ചെയ്യുക, ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റിപ്പോർട്ട് റൈറ്റിംഗ്. ലാസ്റ്റ് ആണ് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് റൈറ്റിംഗിന് തന്നെ കുറെ കാര്യങ്ങൾ, കുറെ ഫോമാറ്റും റെഫറൻസിങ് സ്റ്റൈൽസും, റിപ്പോർട്ട് റൈറ്റിംഗിന് ഒരു സ്റ്റൈല്, അതിന് കുറെ റിപ്പോർട്ട് റൈറ്റിംഗ്, തീസിസ് റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, അതിന് തന്നെ പല പല സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യും. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇപ്പോഴെന്താണ് റിസർച്ച് പ്രോസസ്? ആദ്യം നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ? പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളല്ല. റിസർച്ചുമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചിന് സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ് റിസർച്ച് പ്രോബ്ലം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അതില് ഫസ്റ്റ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടാസ്ക് ഇൻ ദ എൻറ്റയർ പ്രോസസ് ഓഫ് സയന്റിഫിക് റിസർച്ച്. ഏത് റിസർച്ച് ആയിക്കോട്ടെ, അതിലെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് പ്രോസസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണോ നമ്മളുടെ ടോപ്പിക്, ആ ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം. എ വെൽ ഐഡന്റിഫൈഡ് പ്രോബ്ലം വിൽ ലീഡ് ദ റിസർച്ചർ ടു അക്കംപ്ലിഷ് ഓൾ ഇമ്പോർട്ടന്റ് ഫേസസ് ഓഫ് ദ റിസർച്ച് പ്രോസസ്. കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ നമ്മളുടെ ടോപ്പിക്ക് ഇന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ COVID-19 ഒക്കെ വന്ന സമയത്ത്, കൊറോണ ഒക്കെ നമ്മൾ വലുതായിട്ട് അഫക്റ്റ് ചെയ്ത സമയത്ത് സ്റ്റോക്ക് പ്രൈസസ്, ഇപ്പൊ FMCG സെക്ടേഴ്സ്, എല്ലാ സെക്ടേഴ്സിനെയും കൊറോണ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ഒരു പർട്ടിക്കുലർ സെക്ടർ എടുത്തു, ഒരു FMCG സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് പ്രൈസസിനെ എത്രത്തോളം COVID-19 അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു എക്സാമ്പിൾ ഒരു ടോപ്പിക് നമ്മൾ എടുത്തു. അപ്പൊ അതാണ് നമ്മളുടെ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ആ കൃത്യമായിട്ട് നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണ്? FMCG സെക്ടറിലെ സ്റ്റോക്ക് പ്രൈസസിനെ എങ്ങനെ COVID-19 വന്നു കഴിഞ്ഞപ്പോൾ, COVID-19 മുമ്പും COVID-19 ശേഷവും എങ്ങനെ, ഏതൊക്കെ FMCG സെക്ടേഴ്സിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പൊ എല്ലാ കമ്പനീസിനെ എടുത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചില കമ്പനീസിനെ, ഒരു 5 കമ്പനീസ് അല്ലെങ്കിൽ ഒരു 10 കമ്പനീസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു 5 കമ്പനീസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു, ബിഫോർ COVID-19, ആഫ്റ്റർ COVID-19. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ഒരു റിസർച്ച് പ്രോബ്ലം. അപ്പൊ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ടോപ്പിക്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു റിസർച്ചിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് പ്രോബ്ലത്തിൽ ഈ ഒരു ടോപ്പിക്കാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ആ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ബാക്കി ഫേസസ് ഒക്കെ എന്താണ് പിന്നീട് നമുക്ക് പെട്ടെന്ന് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ തന്നെ ഈ റിസർച്ച് പ്രോബ്ലത്തിൽ തന്നെ നോൺ റിസർച്ച് പ്രോബ്ലം ഉണ്ട്, റിസർച്ച് പ്രോബ്ലം ഉണ്ട്. ചില കാര്യങ്ങളെ നമുക്ക് ആഴത്തിൽ റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്ക് വലിയ റിസർച്ചിന്റെ ആവശ്യം അവിടെ ഇല്ല. അവിടെ എന്തെങ്കിലും വേഗ് ഡീറ്റെയിൽസ് ആയിരിക്കും, വേഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അത് നമുക്ക് റിസർച്ച് ചെയ്ത് ചിലപ്പോൾ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന എന്താണ്? റിസർച്ച് പ്രോബ്ലം. നമ്മുടെ ലക്ഷ്യം എന്താണ്?
റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്താ അവിടെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അങ്ങനെ റിസർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സും ആയിരിക്കും എന്ത് റിസർച്ചർ സെലക്ട് ചെയ്യുന്നത്. വേഗ് ഡീറ്റെയിൽസ് ആണ്, മീൻസ് കൃത്യമായിട്ടുള്ള ഡേറ്റ ഇല്ല, ഡീറ്റെയിൽസ് ഇല്ല, അത്തരത്തിലുള്ളതൊന്നും റിസർച്ചർ സെലക്ട് ചെയ്യില്ല. കാരണം എന്താ, നമുക്ക് ആ ഒരു പ്രോബ്ലത്തില് സൊല്യൂഷൻ എത്തിപ്പെടാൻ പറ്റില്ല. റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഫെല്ലോ എന്ന് പറയുന്നത് എപ്പോഴും സെലക്ട് ചെയ്യുന്ന എന്തായിരിക്കും? സൊല്യൂഷൻ കിട്ടുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അതാണ് പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. പെർസീവ്ഡ് ഡിഫിക്കൽട്ടി, എ ഫീലിംഗ് ഓഫ് ഡിസ്കംഫോർട്ട് ഓർ എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ കോമൺ ബിലീഫ് ആൻഡ് റിയാലിറ്റി. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്? റിസർച്ചറിന്റെ പ്രൈമറി കൺസേൺ ആണ്, അതിലൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കണം. ഒരു ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് റിസർച്ച് ചെയ്ത് ആഴത്തിൽ ചെന്ന് പഠിച്ചിട്ട് നമുക്ക് ആ ഒരു കൺക്ലൂഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് കിട്ടിപ്പോകുന്നതാണെങ്കിൽ റിസർച്ച് കൊണ്ട് അർത്ഥമില്ലല്ലോ. അപ്പൊ അതിനൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കണം. ഡിസ്കംഫോർട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ കോമൺ ബിലീഫ് ആൻഡ് റിയാലിറ്റി, യാഥാർത്ഥ്യവും നമ്മളുടെ ബിലീഫും തമ്മിൽ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഉള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എ ക്വസ്റ്റ്യൻ അബൌട്ട് അങ്ങനെ വരുമ്പോൾ വൈ ദ ഡിസ്ക്രിപ്പൻസി എക്സിസ്റ്റ്, എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ തന്നെ നമുക്കൊരു ടോപ്പിക് റിസർച്ച് ചെയ്യാനുള്ള ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കിട്ടിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ആ ഒരു റിയാലിറ്റിയും അല്ലെങ്കിൽ ബിലീഫും തമ്മിൽ അത്തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസി, ഒരു വേർതിരിവ് ഉണ്ടായിരിക്കുന്നത്? അല്ലെങ്കിൽ there should be at least 2 possible answers or solution to the questions or problems. ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, അപ്പൊ അതില് അറ്റ്ലീസ്റ്റ് ഒരു 2 സാധ്യതകളെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരാൾ പറയുകയാണ് ഇന്നതാണ് അതിന്റെ സാധ്യത, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് പറഞ്ഞു COVID-19 വലുതായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ചില കമ്പനീസിൽ ഇമ്പാക്ട് ചെയ്തു. അപ്പൊ അത്തരത്തിൽ 2 പോസിബിൾ ആൻസേഴ്സ് എങ്കിലും ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കണം. അതുപോലെ ഇഫ് ദർ ഈസ് ഓൺലി വൺ ആൻഡ് ഓൺലി പ്ലോസിബിൾ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ഡിസ്ക്രിപ്പൻസി ദെൻ എ റിസർച്ച് സിറ്റുവേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പൊ ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞു, ഓൾറെഡി അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, അതിന്റെ സൊല്യൂഷൻ ഒരൊറ്റ പോസിബിൾ ആയിട്ടുള്ള ഒരു ആൻസർ മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നീട് നമ്മൾക്ക് അതിൽ റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് റിസർച്ച് ചെയ്ത് കണ്ടെത്താം ഏതാണ് അതിന്റെ കൺക്ലൂഷൻ എന്നുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദർ ഈസ് ഓൺലി വൺ പോസിബിൾ ആൻഡ് പ്ലോസിബിൾ ആൻസർ, ഒരൊറ്റ സാധ്യമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു കേസിൽ റിസർച്ച് സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ടോപ്പിക്സ് വേണം എടുക്കാം. അതാണ് നമ്മളുടെ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രൈമറി കൺസേൺ എന്ന് പറയും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രോബ്ലം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ആ പ്രോബ്ലത്തിനെ സ്റ്റേറ്റ് ചെയ്യണം, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ചെയ്യണം, ജസ്റ്റിഫൈ ചെയ്യണം, അനലൈസ് ചെയ്യണം. ആ പ്രോബ്ലം എന്താണ്, ആ ടോപ്പിക് എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യണം, എന്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തു, അതുമായിട്ടുള്ള എന്താണ് അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ, പിന്നീട് അതിന്റെ അനലൈസ് ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യങ്ങളും നമ്മൾ റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് തന്നെ പറയുന്നത് സെറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തസിസ്. റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയതിനു ശേഷം അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ എന്താണ് നമ്മളുടെ ടോപ്പിക്കുമായിട്ടുള്ള ബന്ധം, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പൊ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ ഇറ്റ് വിൽ പ്രിസൈസ്ലി സേ വാട്ട് ഷുഡ് ബി റിസർച്ച്ഡ് to delineate the type of information that should be collected and provide a framework for the scope of study. അതായത് കൃത്യമായി ഒബ്ജക്റ്റീവ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റീവ്സിൽ കൃത്യമായി പറയും എന്താണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് ബി റിസർച്ച്ഡ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആണ് അതിനകത്ത് ഡെലിനേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് കളക്ട് ചെയ്യേണ്ടത്, അതിന് ആ ഒരു സ്കോപ്പ് ഓഫ് സ്റ്റഡിക്ക് നമുക്കൊരു ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒബ്ജക്റ്റീവ്സ് തിരക്കിയാണ് നമ്മൾ പോകുന്നത്, ഈ ഒബ്ജക്റ്റീവ്സ് സോൾവ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പൊ മുന്നത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അതിനകത്ത് ഇപ്പം ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ COVID-19 കേസിൽ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്, എങ്ങനെയൊക്കെയാണ് അതിനെ അഫക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ ഇമ്പാക്ട്, പോസിറ്റീവ് ഇമ്പാക്ട് ആയിരുന്നോ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരുന്നോ, ഏതൊക്കെ കമ്പനീസിനെയാണ് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺസ് എത്രയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ വോളറ്റിലിറ്റി എത്രയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു റിസർച്ച് സിറ്റുവേഷൻ ഉണ്ടാവുന്നതും അതുമായിട്ട് നമുക്ക് കൺക്ലൂഷനിൽ എത്തിപ്പെടാനും പറ്റുന്നത്. അതുപോലെ എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് ആൻ അൺപ്രൂവൺ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ദാറ്റ് ക്യാൻ ബി റെഫ്യൂസ്ഡ് ഓർ സപ്പോർട്ടഡ് ബൈ എംപിറിക്കൽ ഡേറ്റാസ്. അതൊരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാത്ത ഒരു അൺപ്രൂവൺ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ആണ്. അത് നമ്മൾക്ക് ഒന്നെങ്കിൽ റെഫ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അത് നമ്മളുടെ ഫൈനൽ കൺക്ലൂഷൻ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമുക്ക് റെഫ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്റ്റഡി ഡിസൈൻ. അതായത് സ്റ്റഡി ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? റിസർച്ച് ഡിസൈൻ ആണ്. ഈ റിസർച്ച് ഡിസൈനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഫോർ ഫുൾഫില്ലിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആൻസറിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്ലൂ പ്രിന്റ്. നമ്മൾ ഒരു കാര്യം മുന്നോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ തയ്യാറാക്കും. ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ്സും റിസർച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് എന്നൊക്കെ പറയുന്നതാണ് റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റഡി ഡിസൈൻ. അതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഇറ്റ്സ് എ മാസ്റ്റർ പ്ലാൻ സ്പെസിഫൈങ് ദി മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ കളക്ടിങ്, പ്രോസസിങ്, അനലൈസിങ് ആൻഡ് കളക്റ്റഡ് ഡേറ്റ. അതാണ് ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പ്രൊസീജിയേഴ്സ് ആണ്, ഏത് രീതിയിൽ നമുക്ക് ഡേറ്റാസ് വേണം. ഇപ്പൊ ഡേറ്റ നമ്മൾ സർവേ നടത്തണോ, അല്ലെങ്കിൽ ഇന്റർവ്യൂ വേണോ, അല്ലെങ്കിൽ ക്വസ്റ്റിനെയേഴ്സ് വേണോ. അപ്പൊ അത്തരത്തിൽ ഉള്ള മെത്തേഡ്സ്, ഡേറ്റ കളക്ഷൻ ആയാലും അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിംഗിൽ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കളക്റ്റഡ് ഡേറ്റ അനലൈസ് ചെയ്യാൻ ഏത് രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലൊക്കെ ചേർന്നിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റഡി ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ ഡിസൈൻ ഉണ്ട്. അതായത് നമ്മൾക്ക് സാമ്പിൾസ് വേണം, നമ്മൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾസ് വേണം. അതായത് യൂസേഴ്സ് എ റിലേറ്റീവ്ലി സ്മോൾ നമ്പർ ഓഫ് ഐറ്റംസ് ഓർ പോർഷൻസ് കോൾഡ് സാമ്പിൾ ഓഫ് എ യൂണിവേഴ്സ് കോൾഡ് പോപ്പുലേഷൻ. ഇപ്പം മുന്നേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, FMCG കമ്പനീസ്. ആ FMCG കമ്പനീസിൽ തന്നെ മൊത്തം FMCG കമ്പനീസ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. FMCG കമ്പനീസ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷനെ ആസ്പദമാക്കി അതിൽ നിന്നും ഒരു 5 എണ്ണം എടുക്കുകയാണ്. FMCG സെക്ടറിൽ നിന്നും ഒരു 5 കമ്പനീസ് ആണ് നമ്മൾക്ക് ഇവിടെ എന്തായിട്ട് വരുന്നത്? സാമ്പിൾ എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ സാമ്പിൾ എന്ന് പറഞ്ഞാൽ FMCG സെക്ടർ എന്ന് പറയുന്ന ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും നമ്മളുടെ റിസർച്ച് നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 5 FMCG കമ്പനീസ് സെലക്ട് ചെയ്യുക. അപ്പൊ ആ ഒരു 5 FMCG കമ്പനീസ് ആണ് നമ്മളുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ വേറെ ഏത് പ്രോബ്ലം ആയിക്കോട്ടെ, ഒരു ഹോൾ നമ്പർ ഓഫ് പോപ്പുലേഷനെ ആ ഒരു പോപ്പുലേഷനെ എന്താണ് മുൻനിർത്തി അവർക്ക് വേണ്ടി ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഒരു ചെറിയ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻസിനെ ആയിരിക്കും നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? പോപ്പുലേഷൻ ഇസ് എ ടോട്ടൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് അബൌട്ട് വിച്ച് വി വിഷ് ടു മേക്ക് സം ഇൻഫറൻസ് ഓർ ജനറലൈസേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ ബന്ധപ്പെട്ടെ അതിൽ നിന്നും ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യപ്പെടണം. അപ്പൊ അത്തരത്തിൽ ആ ഒരു ടോട്ടൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ഒരു ഭാഗമാണ്. അത് ആ പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുക, അതായത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് എന്ത്? സാമ്പിൾ എന്ന് പറയുന്നത്. സോ സാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ കെയർഫുള്ളി സെലക്ടഡ് ടു റെപ്രസെന്റ്. ആ ഒരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ sample design refers to the methods to be followed in selecting a sample from the population and the estimating technique. അതായത് നമ്മൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി മെത്തേഡ്സ് ടു ബി ഫോളോഡ് ഇൻ സെലക്ടിങ് എ സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു, അതുപോലെ ആ ഒരു എസ്റ്റിമേറ്റിംഗ് ടെക്നിക്ക് എന്താണെന്നുള്ളത് നോക്കുക. അപ്പൊ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ വരുന്നതാണ് നമ്മളുടെ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ സാമ്പിൾ ഡിസൈൻ. അതായത് ഒരു ഹോൾ പോപ്പുലേഷൻ, നമ്മൾ ആ ഒരു ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യും. ആ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 3 എണ്ണം ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ ഏത് രീതിയാണ് സെലക്ട് ചെയ്യാൻ എടുക്കുന്ന ആ മെത്തേഡ്സ് ആണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡാറ്റ കളക്ഷൻ. നമ്മൾക്കൊരു റിസർച്ച് ചെയ്യാൻ വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ഡേറ്റ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ഡേറ്റ മാനിപ്പുലേഷൻ ഒന്നും നടത്തി റിസർച്ച് ചെയ്യില്ല. അത് നമ്മൾക്ക് റിസർച്ച് എത്തിക്സിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാം, പ്രൈമറി സോഴ്സസ് ഉപയോഗിക്കാം. അതായത് നമുക്ക് നേരിട്ട് ചെന്ന് നമുക്ക് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡറി സോഴ്സസ് ഉണ്ട്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേറ്റയെ നമ്മൾ എന്താണ്
പ്രീവിയസ് ഡേറ്റയെ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് സെക്കൻഡറി സോഴ്സസ്. ഇപ്പൊ ഫിനാൻഷ്യൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റിസർച്ച് ഒക്കെ നടത്തണമെങ്കിൽ നമ്മൾ എന്താ ചില വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഡേറ്റാസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് സെക്കൻഡറി സോഴ്സസ് ആണ്. ഇപ്പൊ പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെന്ന് ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യും. അപ്പൊ അത് നമുക്ക് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ഉണ്ട്, സെൽഫ് അഡ്മിനിസ്ട്രേർഡ് ക്വസ്റ്റ്യനെയർസ്, ടെലിഫോൺ ഇന്റർവ്യൂയിങ്, ഇൻഡെപ്ത് ഇന്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഒബ്സർവേഷണൽ സ്റ്റഡീസ്, സെക്കൻഡറി സോഴ്സസ്. അപ്പൊ ഇന്റർവ്യൂസ് വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി നമ്മളുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. സെൽഫ് അഡ്മിനിസ്ട്രേർഡ് ക്വസ്റ്റ്യനെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തന്നെ നിർമ്മിച്ചിട്ടുള്ള ക്വസ്റ്റ്യനെയർസ്. ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഉണ്ട്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഒബ്സർവേഷൻ, നമ്മൾ തന്നെ എന്താണ് ഫീൽഡ് ചെന്നിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാം. ഡേറ്റ കളക്ഷന് ശേഷം നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആൻഡ് അനലൈസിങ് ഡേറ്റ ആണ്. ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം. അതിനെന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് ബിഗിൻസ് വിത്ത് എഡിറ്റിംഗ് ആൻഡ് കോഡിംഗ് ഓഫ് ഡേറ്റ. ആദ്യം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ നമ്മൾ എഡിറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ കോഡ് ചെയ്യും. എന്തെങ്കിലും തെറ്റുകളുണ്ടോ, എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യും. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, ഡാറ്റ അനാലിസിസ് യൂഷ്വലി ഇൻവോൾവ്സ് റെഡ്യൂസിങ് അക്യുമുലേറ്റഡ് ഡേറ്റ ടു എ മാനേജബിൾ സൈസ്, developing summaries, searching for patterns and applying statistical techniques for understanding and interpreting the findings in the light of the research questions. അതായത് ഡാറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉള്ള ഡേറ്റാസിനെ, നമ്മളുടെ കയ്യിലുള്ള അക്യുമുലേറ്റഡ് ഡേറ്റയെ ഒരു മാനേജബിൾ സൈസ് നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കുറേ ഡേറ്റാസ് നമുക്ക് കിട്ടും, പക്ഷെ അത്രയും ഡേറ്റാസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജബിൾ സൈസിൽ നമ്മൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ നിന്നും സമ്മറീസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ സെർച്ച് ചെയ്യുക, സെർച്ചിങ് ഫോർ പാറ്റേൺസ്. എന്നിട്ട് നമ്മൾക്കുള്ള ടെക്നിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും സോഫ്റ്റ്വെയർസും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ, നമ്മളുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്താണോ, അതിന്റെ ലൈറ്റിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു ഫൈൻഡിങ്സിനെ മനസ്സിലാക്കുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് പ്രോസസ്സിംഗ് ആൻഡ് അനലൈസിങ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ, ഡേറ്റ കളക്ഷനും ഡേറ്റ അനലൈസിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നതാണ് റിപ്പോർട്ട് റൈറ്റിംഗ്. അവിടെയാണ് നമ്മൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ സബ്മിഷൻ നടത്തുമ്പോഴാണ് നമ്മളുടെ ആ ഒരു റിസർച്ച് പ്രോസസ്സ് സക്സസ് ആവുന്നത്, അല്ലെ? അപ്പം റിസർച്ച് പ്രപ്പോസൽ. Research proposal is a work plan, prospectus outline and offer a statement of intent or commitment from an individual researcher or an organization to produce a product or render a service to a potential client. അതായത് റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്ന ഒരു വർക്ക് പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ടസ്, അല്ലെങ്കിൽ ഔട്ട്ലൈൻ, ഓഫർ, സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഒരു ഇൻഡിവിജ്വൽ റിസർച്ചറിൽ നിന്ന് ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റിസർച്ചർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു ക്ലയന്റിന് കൊടുക്കുക, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് റെന്റ് ചെയ്യുക. അതാണ് റിസർച്ച് പ്രപ്പോസൽ. അതിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടായിരിക്കും. റിപ്പോർട്ടിംഗിൽ സിസ്റ്റമാറ്റിക്കലി ഔട്ട്ലൈൻസ് എ പർട്ടിക്കുലർ റിസർച്ച് മെത്തഡോളജി, പിന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതായത് ഓരോ റിസർച്ച് പ്രോസസ്സിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ്, എല്ലാ കാര്യങ്ങളെ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് മെത്തഡോളജിയാണ് നമ്മുടെ റിപ്പോർട്ട് റൈറ്റിങ്ങിനകത്ത് വരുന്നത്. അപ്പം റിപ്പോർട്ട് റൈറ്റിങ്ങിനകത്ത് നമ്മൾ തീസിസ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിങ്ങിനൊക്കെ സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. എന്ന് വെച്ചാൽ റെഫറൻസിങ് സ്റ്റൈല്, ഏത് ഫോമാറ്റ്, അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മളുടെ സ്റ്റെപ്സ് ആണ്. എന്തൊക്കെയായിരുന്നു? പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. റിവ്യൂയിങ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിപ്പോർട്ട് റൈറ്റിങ്ങിനകത്താണ് കൂടുതൽ അത് വരുന്നത്. അതായത് ലിറ്ററേച്ചർ റിവ്യൂസ് ഉണ്ട്. ഓൾറെഡി നമ്മളുടെ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ഉണ്ടായിരിക്കും, ജേർണൽസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ജേർണൽസിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ലിറ്ററേച്ചർ റിവ്യൂ. ആ ലിറ്ററേച്ചേഴ്സ് റിവ്യൂ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ജേർണൽസ്, ചില ടോപ്പിക്സ്, മറ്റ് ഡിസ്കഷൻസ്, ആർട്ടിക്കിൾസ് അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുന്നതാണ് നമ്മളുടെ റിവ്യൂയിങ് ലിറ്ററേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തിസിസ്, സ്റ്റഡി ഡിസൈൻ, സാമ്പിൾ ഡിസൈൻ, ഡാറ്റ കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് അനലൈസിംഗ് ഡേറ്റ, റിപ്പോർട്ടിംഗ് ഡേറ്റ. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മളുടെ റിസർച്ച് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റിസർച്ച് എത്തിക്സും അതുപോലെ തന്നെ പ്ലേഗിയറിസം. അതായത് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫോളോ ചെയ്യേണ്ട ചില മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കും.
ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു എത്തിക്സ് വേണം അല്ലെ. നമ്മൾ റിസർച്ച് ചെയ്താലും, നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താലും, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ നമ്മളൊരു എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കണം അല്ലെ. അപ്പോൾ ഈ റിസർച്ച് ചെയ്യുമ്പോഴും റിസർച്ചിൽ ഫോളോ ചെയ്യേണ്ട ചില എത്തിക്സ് ഉണ്ട്. അതാണ് റിസർച്ച് എത്തിക്സ്. സെറ്റ് ഓഫ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ദാറ്റ് ഗൈഡ്സ് us ഓൺ ഹൗ സയന്റിഫിക് റിസർച്ച് ഷുഡ് ബി കണ്ടക്റ്റഡ് ആൻഡ് ഡിസെമിനേറ്റഡ്. അതായത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ചില എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്ങനെ ഒരു സയന്റിഫിക് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സയന്റിഫിക് റിസർച്ച് നമ്മൾ ഡിസെമിനേറ്റ് ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള എത്തിക്കൽ ഗൈഡ് ലൈൻസിന്റെ ഒരു സെറ്റാണ് എന്ത് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ റിസർച്ച് എത്തിക്സ് ഗവേൺ ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട് ഫോർ സയന്റിഫിക് റിസർച്ചേഴ്സ്. അതായത് അത് നമ്മളുടെ ഡിസിപ്ലിനറി ആക്ഷൻ, നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട്, അതായത് ഒരു സയന്റിഫിക് റിസർച്ച് പ്രോസസ്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കോണ്ടക്റ്റുകളുണ്ട്. കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിഹേവിയർ ഒക്കെ, സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട്, അതും റിസർച്ച് എത്തിക്സിനകത്ത് വരും. അതുപോലെ റിസർച്ച് എത്തിക്സ് ഈസ് unambiguously concerned in the examination of ethical issues that are unpraised when individuals are involved as participants in the study. അതായത് റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അൺആംബിഗ്വസ്ലി കൺസേൺഡ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ട് പറയുന്നുണ്ട് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. അതായത് ചില മെഡിക്കൽ റിസർച്ചുകളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ റിസർച്ചിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്രൈവസി കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇൻഫോർമേഷൻസ്, അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, പേഴ്സണൽ ഡേറ്റ, അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളത് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇൻഡിവിജ്വൽസ് പാർട്ടിസിപ്പൻസ് ആയിട്ട്, നമ്മൾ സ്റ്റഡി നടത്താൻ വേണ്ടി ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. അവര് പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്ന റിസർച്ചിൽ ആ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ, അതായത് അവരുടെ പേഴ്സണൽ ഡേറ്റാസ്, പ്രൈവസി, ഇതൊക്കെ തന്നെ നമ്മൾ മാനിക്കേണ്ടത് എന്താണ്, ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് അത്തരത്തിൽ അവരുടെ ഡേറ്റാസ് ഒക്കെ പുറത്തു വിടുക എന്ന് പറയുന്നത് ഒരു റിസർച്ച് എത്തിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് റിസർച്ച് എത്തിക്സിൽ ഫോളോ ചെയ്യണം. അവരുടെ പ്രൈവസി, ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ പ്രൈവസി നമ്മൾ സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാന കാര്യമാണ് പ്ലേഗറിസം. പ്ലേഗറിസം എന്ന് പറയുന്നതും ഒരു മോറൽ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ ആണ്. നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതും ലീഗൽ ഇഷ്യൂ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് unscrupulously copying from someone else's work and making use of it without their knowledge. അതായത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള റിസർച്ച് വർക്കുകളെ നമ്മൾ കോപ്പി അടിക്കുക, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അതിൽ നിന്നും മറ്റാളുകൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളെ കോപ്പി ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ് എന്ന് വെച്ചാൽ അവരുടെ അറിവില്ലാതെ അവരുടെ കണ്ടന്റുകൾ, അവരുടെ വർക്കുകളെ എടുത്തിട്ട് നമ്മളുടെ റിസർച്ചിനകത്ത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. അതിനെയാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. അതുപോലെ പ്ലേഗറിസം പല രീതിയിൽ ഉണ്ടാകാം. ഇറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഇൻഡിവിജ്വൽ ലിഫ്റ്റ് സംവൺ എൽസ് ഇന്റലക്ച്വൽ വർക്ക് സച്ച് ആസ് ഐഡിയാസ്, ഒപ്പീനിയൻസ് ഓർ റൈറ്റിംഗ്സ് ഓർ സച്ച് ഇൻ എ മോഡിഫൈഡ് ഫോം, അല്ലെങ്കിൽ പാസസ് ദം ആസ് ഹിസ് ഒറിജിനൽ വർക്ക് വിത്ത് ഓർ വിത്തൗട്ട് പെർമിഷൻ. ഇപ്പൊ മറ്റാളുകൾ ബുദ്ധിപരമായി ചെയ്തു വെച്ചിട്ടുണ്ട്, അവർ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇന്റലക്ച്വൽ വർക്സുകളെ അവരുടെ അനുവാദം കൂടാതെ എന്താണ് ആ കണ്ടന്റുകളെ എടുത്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണെന്നും പറഞ്ഞ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പാസ് ചെയ്യുക, നമ്മളുടെ ഒറിജിനൽ വർക്കൊക്കെ ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, പ്ലേഗറിസം ആണ്. ഇറ്റ്സ് എ മോറൽ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ. അത്തരത്തിലൊന്നും റിസർച്ച് ചെയ്യുമ്പോൾ ചെയ്യില്ല. ഫ്രഷ് ആയിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് റെഫറൻസ് ചെയ്യാം, ലിറ്ററേച്ചർ റിവ്യൂവിനകത്തൊക്കെ നമ്മൾ റെഫറൻസ് ചെയ്യാം. പക്ഷെ മറ്റാളുകൾ ചെയ്തിട്ടുള്ള വർക്കുകളെ നമ്മളുടെ വർക്കാണെന്നും പറഞ്ഞ് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കണ്ടന്റുകളെ നമ്മൾ അടിച്ചു മാറ്റുക, അപ്പൊ അത്തരത്തിലൊക്കെ ചെയ്ത് മോഡിഫൈ ചെയ്തിട്ട് നമ്മളുടെ വർക്കാണെന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ചാൽ അതെന്താണ്, പ്ലേഗറിസം ആണ്. ഇറ്റ്സ് എ ലീഗൽ ഇഷ്യൂ. ഓക്കെ, അതാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. എന്താണ് നമ്മളുടെ റിസർച്ച്, റിസർച്ച് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നീട് കുറെ റിസർച്ചേഴ്സിന്റെ ഡെഫിനിഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ ടൈപ്സ് പറഞ്ഞു, പിന്നീട് എന്താണ് റിസർച്ച് പ്രോസസ്, ഫൈനലി റിസർച്ച് എത്തിക്സ് എന്താണ്, പിന്നെ പ്ലേഗറിസം എന്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഇത് വെച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ, നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇത് ജൂൺ 2014 ചോദിച്ചിട്ടുള്ള പേപ്പർ 1 ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? The research stream of immediate application. The research stream of immediate application is.
അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു 4 റിസർച്ചുകൾ തന്നിട്ടുണ്ട്. കോൺസെപ്ച്വൽ, ആക്ഷൻ, ഫണ്ടമെന്റൽ, ഇംപെറിക്കൽ. നോക്കിക്കേ, ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രോബ്ലത്തിന് ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ അത് ഏത് റിസർച്ച് ആയിരിക്കും? ആക്ഷൻ റിസർച്ച്, ആക്ഷൻ ഓറിയന്റഡ് റിസർച്ച്. കണ്ടോ, ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് റിസർച്ച് ആണ്? ഇറ്റ് ഈസ് ആക്ഷൻ റിസർച്ച്. ആ പേരിൽ തന്നെ ഉണ്ട്, ഓപ്ഷൻ ബി, ആക്ഷൻ റിസർച്ച് ആണ്. അതായത് ഒരു സൊല്യൂഷൻ, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ഷൻ റിസർച്ച് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ പ്ലാനിങ് ടു ഡു ആസ് എ സോഷ്യൽ റിസർച്ച് ഇറ്റ് ഈസ് ബെറ്റർ ടു. ഡിസംബർ 2014 ചോദിച്ചതാണ്. നമ്മളിപ്പോ ഒരു സോഷ്യൽ റിസർച്ച് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്? ഒന്നാമത്തത്, അപ്രോച്ച് ദ ടോപ്പിക് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, do a pilot study before getting stuck into it, be familiar with literature on the topic, forget about theory because this is very practical. അതായത് സോഷ്യൽ റിസർച്ച് ആയിട്ടാണ് നമ്മൾ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. ഒരു ടോപ്പിക് എടുത്തിട്ട് സോഷ്യൽ റിസർച്ച് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓപ്ഷൻ സി, നമ്മൾ ബി ഫെമിലിയർ വിത്ത് ലിറ്ററേച്ചർ ഓൺ ദ ടോപ്പിക്. സോഷ്യൽ ലിറ്ററേച്ചർ ആവുമ്പം നമ്മൾ എന്താണ്, സോഷ്യൽ റിസർച്ച് ആവുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂസ്, ജേർണൽസ്, ആർട്ടിക്കിൾസ് അതുമായിട്ട് നമുക്ക് ഫെമിലിയറിസം ഉണ്ടായിരിക്കും. അപ്പൊ സോഷ്യൽ റിസർച്ച് അല്ലേ, ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മളുടെ ഓപ്ഷൻ 3 ആണ്. സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ലിറ്ററേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി നോളജ്, എക്സിസ്റ്റിംഗ് ജേർണൽസും ഡേറ്റാസും ഒക്കെ ആയിട്ട് നമ്മൾ എന്തായിരിക്കണം? ഫെമിലിയർ ആയിരിക്കണം. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഉത്തരം. Be familiar with literature on the topic. Next, third one, what is a research design? ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. റിസർച്ച് ഡിസൈൻ എന്താണ്? ഓപ്ഷൻ എന്താ? എ വേ ഓഫ് കണ്ടക്ടിങ് റിസർച്ച് ദാറ്റ് ഈസ് നോട്ട് ഗ്രൗണ്ടഡ് ഇൻ തിയറി. വേ ഓഫ് കണ്ടക്ടിങ് റിസർച്ച് അല്ല. ബി, ദ ചോയ്സ് ബിറ്റ്വീൻ യൂസിങ് ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. അതുമല്ല. ദ സ്റ്റൈൽ ഇൻ വിച്ച് യു പ്രസന്റ് യുവർ റിസർച്ച് ഫൈൻഡിങ്സ്, ഫോർ എക്സാമ്പിൾ എ ഗ്രാഫ്. സ്റ്റൈലുമല്ല. പിന്നെന്താണ്? A framework for every stage of the collection and analysis of data. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്, ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് ആണ്. അതായത് ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴും അനലൈസ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റേജിലുമുള്ള ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വന്നതപ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. അതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എ ഫ്രെയിംവർക്ക് ഫോർ എവറി സ്റ്റേജ് ഓഫ് ദി കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ജൂൺ 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ മീനിങ് ഓഫ് റിസർച്ച്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ റിസർച്ചിന്റെ മീനിങ് ഓഫ് റിസർച്ചുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? റിസർച്ച് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി or activities undertaken to find out the solution of a problem. അതായത് റിസർച്ച് എന്ന് പറയുന്നത് സീരീസ് ഓഫ് കുറെ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സോ ഓപ്ഷൻ നമ്പർ 1 കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്, ലോജിക്കൽ ആൻഡ് ആൻ അൺബയാസ്ഡ് പ്രോസസ് wherein verification of hypothesis, data analysis, interpretation and formation of principles can be done. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇന്റലക്ച്വൽ എൻക്വയറി ഓർ ക്വസ്റ്റ് ടുവാർഡ്സ് ട്രൂത്ത്. ശരിയല്ലേ? നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ട് അന്വേഷിക്കുകയാണ്, നമ്മൾ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എൻക്വയറി ആണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു എൻഹാൻസ്മെന്റ് ഓഫ് നോളജ്. കറക്റ്റ് ആണ്. നമ്മൾ പുതിയതായിട്ട് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ന്യൂ നോളജ്, ന്യൂ തിയറീസ് ഒക്കെ എന്താണ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പം 4 ഓപ്ഷൻസ് നമ്മളുടെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദി സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ബെസ്റ്റ് ഇൻഡിക്കേറ്റ് ദി സൈക്ലിക് നേച്ചർ ഓഫ് ആക്ഷൻ റിസർച്ച്. അതായത് ആക്ഷൻ റിസർച്ചിന്റെ സൈക്ലിക് നേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് ഏതാണ്? ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്? സൈക്ലിക് നേച്ചർ ഓഫ് ആക്ഷൻ റിസർച്ച് സ്ട്രാറ്റജി 2 പ്രാവശ്യം ചോദിച്ചാണ്. ജൂലൈ 2018 ഇതേ ക്വസ്റ്റ്യൻ തന്നെ ജൂൺ 2019 അടുപ്പിച്ചുള്ള ഫേസസിൽ ചോദിച്ചതാണ്. നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? റിഫ്ലക്റ്റ്, ഒബ്സർവ്, പ്ലാൻ, ആക്ട്. അല്ല, ഒബ്സർവ്, ആക്ട്, റിഫ്ലക്ട്, പ്ലാൻ. പ്ലാനിങ് അവസാനമായി. ആക്ട്, പ്ലാന്, ഒബ്സർവ്, റിഫ്ലക്ട് അല്ല. ലാസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മൾക്ക് എപ്പോഴും എന്താണ് വേണ്ടുന്നത്? പ്ലാനിങ് വേണം. പ്ലാൻ ചെയ്തത് പ്ലാനിങ്ങിന് ശേഷം ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും, ആക്ട് ചെയ്യുന്നു.
അതിനുശേഷം നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ഫൈനലി റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പം ആക്ഷൻ റിസർച്ച് സ്ട്രാറ്റജിയുടെ സൈക്ലിക് നേച്ചറിനെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോവാ. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതൊരു മാച്ച് ദ ഫോളോയിങ് സെക്ഷൻ ആണ്. അതായത് 2 സെറ്റ് തന്നിട്ടുണ്ട്. ജൂലൈ 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സെറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെറ്റ് 1 എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച്. സെറ്റ് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റിസർച്ചും സെറ്റ് 2 പറഞ്ഞ ആ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, ഇവാലുവേറ്റീവ് റിസർച്ച്. ഇതില് അറേഞ്ച് ചെയ്തപ്പോൾ എന്താണ് ഈ ഒരു സെക്ഷൻ ഇങ്ങോട്ടൊന്ന് വന്നു കേട്ടോ. ഇപ്പൊ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഇതിന്റെ അറേഞ്ച്മെന്റിൽ വന്ന നമ്മൾ PPT-യിൽ ഇതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. പ്രശ്നമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. ഓപ്ഷൻ എ വന്നിരിക്കുന്നത്. അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഇവാലുവേറ്റീവ് റിസർച്ച് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫൈൻഡിങ് ഔട്ട് ദി എക്സ്റ്റെന്റ് ഓഫ് ആൻ പെർസീവ്ഡ്. ഈ ഇമ്പാക്ട് ഓഫ് ആൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അത് അങ്ങോട്ട് നിരങ്ങിപ്പോയി. ഇവിടെ ഞാൻ നോട്ട് ചെയ്യാം, ഇമ്പാക്ട് ഓഫ് ആൻ ഇന്റർവെൻഷൻ. അതുപോലെ സെക്കൻഡ് ഓപ്ഷനകത്ത് ഡെവലപ്പിംഗ് ആൻഡ് ഇഫക്റ്റീവ് എക്സ്പ്ലനേഷൻ. ഇവിടെ എക്സ്പ്ലനേഷൻ ത്രൂ തിയറി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. എക്സ്പ്ലനേഷൻ ത്രൂ, ഇപ്പൊ ഓക്കെ ആയല്ലോ അല്ലെ, തിയറി ബിൽഡിംഗ്. അതുപോലെ ഇംപ്രൂവിംഗ് ആൻ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ത്രൂ യൂസ് ഓഫ് ഇന്റർവെൻഷൻസ്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് സ്ലൈഡ് ആയിപ്പോയേ, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, അതുപോലെ ഇവിടെ എക്സ്പ്ലോറിംഗ് ദ പോസിബിലിറ്റി ഓഫ് എ തിയറി ഫോർ യൂസ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. ഓക്കെ, ഇപ്പൊ സെറ്റായി. അപ്പൊ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ ആണോ ഫൈൻഡിങ് ഔട്ട് ദ എക്സ്റ്റെന്റ് ഓഫ് ആൻ പെർസീവ്ഡ് ഇമ്പാക്ട് ഓഫ് ആൻ ഇന്റർവെൻഷൻ? അല്ല, ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ സെക്കൻഡ് ഇതാണോ ഡെവലപ്പിംഗ് ആൻഡ് ഇഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ത്രൂ തിയറി ബിൽഡിംഗ്? അല്ല. ഇംപ്രൂവിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ത്രൂ യൂസ് ഓഫ് ഇന്റർവെൻഷൻ, എക്സ്പ്ലോറിംഗ് ദ പോസിബിലിറ്റി ഓഫ് എ തിയറി ഫോർ യൂസ് ഇൻ വേരിയസ് സിറ്റുവേഷൻ, എൻറിച്ചിങ് ടെക്നോളജിക്കൽ റിസോഴ്സസ്. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരുന്നത്? ഡെവലപ്പിംഗ് ആൻഡ് ഇഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ത്രൂ തിയറി ബിൽഡിംഗ് അല്ലെ? തിയറി ബിൽഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തു, വളരെ ബേസിക് ആയിട്ടുള്ള പ്യുവർ റിസർച്ച് ആണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ഒരു ഫണ്ടമെന്റൽ രീതിയിൽ ന്യൂ ഇൻഫോർമേഷൻസിനെ നമ്മൾ ജനറേറ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ജനറേറ്റ് ന്യൂ ഇൻഫോർമേഷൻസ്. അപ്പം എങ്ങനെയൊക്കെ ആയിരിക്കാം? ഇൻ ദ ഫോം ഓഫ് എ ന്യൂ തിയറി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സം എക്സിസ്റ്റിംഗ് തിയറി. അപ്പം തിയറി ബിൽഡിംഗ് ആണ്. അപ്പൊ തിയറി ഫോർമേഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് അവിടെ വരുന്നത്. അതായത് ഫണ്ടമെന്റൽ റിസർച്ചിന് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മളുടെ സെക്കൻഡ് ഓപ്ഷൻ ആണ്. അതായത് എ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഫണ്ടമെന്റൽ റിസർച്ചിന് കറക്റ്റ് ആയിട്ട് വരുന്നത് ഡെവലപ്പിംഗ് ആൻഡ് ഈ ഓപ്ഷൻ ആണ്. ഡെവലപ്പിംഗ് ആൻഡ് ഇഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ത്രൂ തിയറി ബിൽഡിംഗ്. തിയറി ബിൽഡിംഗ് എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മൾ പല സിറ്റുവേഷൻസിൽ ആ ഒരു തിയറിയുടെ പോസിബിലിറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ 4 അല്ലെ? എക്സ്പ്ലോറിംഗ് ദ പോസിബിലിറ്റി ഓഫ് എ തിയറി ഫോർ യൂസ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയറിയുടെ പോസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമ്മളുടെ ബി എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ 4 ആണ്. അതായത് ഇതാണ് നമ്മളുടെ ബി വരുന്നത്. സോ ദിസ് ഈസ് ബിയുടെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു 4th വൺ ആണ്. ഓക്കെ, എക്സ്പ്ലോറിംഗ് ദ പോസിബിലിറ്റി, അതായത് പല സിറ്റുവേഷൻസിലും നമ്മൾ ആ തിയറിയുടെ സാധ്യത എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക.
അടുത്തത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ഷൻ റിസർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് സൊല്യൂഷൻസിനെ നമ്മൾ ഇന്റർവെൻഷൻസ് ഇംപ്രൂവിങ് ആൻഡ് എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയാണ്. അപ്പൊ അതിന് സെയിം ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി 3 ആണ്. അതായത് ഇവിടെ ആണ് നമ്മളുടെ സി വരുന്നത്. ഓക്കെ, ഇനി ഇവാലുവേറ്റീവ് റിസർച്ച്. ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവാലുവേഷൻ ആണ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ഫൈൻഡിങ് ഔട്ട് ദ എക്സ്റ്റെന്റ് ഓഫ് ആൻഡ് പെർസീവ്ഡ് ഇമ്പാക്ട് ഓഫ് ആൻ ഇന്റർവെൻഷൻ. ഒരു പുതിയ തിയറി നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പം എ എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കുമ്പം ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷൻ. ഇപ്പൊ ഓക്കെ ആണല്ലോ. ഇതിന്റെ അടിയിൽ കിടക്കുന്നത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തേക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അവിടെ ആ സ്ലൈഡ് ആയി പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് റിസർച്ച് ആണെന്നായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഒരു തിയറി ബിൽഡിംഗ് വഴി നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഡെവലപ്പിംഗ് ആൻഡ് ഇഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ത്രൂ തിയറി ബിൽഡിംഗ്. അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വേരിയസ് സിറ്റുവേഷൻസിൽ നമ്മൾ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുക, അതിന്റെ പോസിബിലിറ്റിയെ നമ്മൾ സാധ്യത നമ്മൾ പരിശോധിക്കുകയാണ്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇന്റർവെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് സിറ്റുവേഷനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നു. ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇന്റർവെൻഷന്റെ ഇമ്പാക്ട് ഇവാലുവേറ്റ് ചെയ്യാണ്. ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്ന ടൈപ്സ് ഓഫ് റിസർച്ചിൽ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് ടൈപ്പ് ഫോക്കസസ് ഓൺ അമലിയോറേറ്റിംഗ് ദ പ്രിവൈലിംഗ് സിറ്റുവേഷൻസ്. അതായത് പ്രിവൈലിംഗ് സിറ്റുവേഷൻസിനെ അമലിയോറേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. പ്രിവൈലിംഗ് സിറ്റുവേഷൻസ് എന്ന് വന്നതുകൊണ്ട് തന്നെ ഏതായിരിക്കും വരുന്നത്? പ്രിവൈലിംഗ് സിറ്റുവേഷൻ, ഇമ്മീഡിയറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച് ആണ്. പ്രിവൈലിംഗ് സിറ്റുവേഷൻസിനെ ഒന്ന് അമലിയോറേറ്റ് ചെയ്യുക, നിലവിലുള്ള സിറ്റുവേഷൻസിനെ ഒന്ന് എന്താണ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് അമലിയോറേറ്റ് ചെയ്യുക, അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള റിസർച്ച് ടൈപ്പ് എന്ന് പറയുന്ന ഏതാണ്? ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ C7ന്റെ ആൻസർ ആക്ഷൻ റിസർച്ച് ആണ്. ഓക്കെ, അപ്പൊ ചില കോഡ് വാക്കുകളുണ്ട്. ഇപ്പൊ ഇമ്മീഡിയറ്റ് സിറ്റുവേഷൻസ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഇന്റർവെൻഷൻസ് യൂസ് ചെയ്ത് എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസിനെ ഇംപ്രൂവ് ചെയ്യുക, ഇതൊക്കെ വരുന്ന എന്തായിരിക്കും? ആക്ഷൻ റിസർച്ച് ആണ്. അതുപോലെ ബേസിക് ആയിട്ടുള്ള റിസർച്ച് അല്ലെങ്കിൽ തിയറി ബിൽഡ് ചെയ്യുക, പുതിയ തിയറി ഫോം ചെയ്യുക, ഇതൊക്കെ വരുമ്പോൾ ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. അപ്പൊ ഇമ്പാക്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുക, അതൊക്കെ എന്താണ്? ഇവാലുവേറ്റീവ് റിസർച്ചിൽ വരും. അപ്പൊ ഇങ്ങനെ ഓരോ കോഡ് ഇത് വെച്ചിട്ട് നമ്മൾ ചില വേർഡ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുക. അടുത്തത് 8th ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ തൊട്ട് പറഞ്ഞ റിസർച്ച് എത്തിക്സും പ്ലേഗറിസം പോലെ വരുമ്പോഴത്തേക്ക് പ്ലേഗറിസം ഇൻ റിസർച്ച്, അതായത് റിസർച്ചിലെ പ്ലേഗറിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് വരാൻ സാധ്യത? ക്രിയേറ്റീവ് യൂസ് ഓഫ് പ്രീവിയസ് ഡേറ്റ അല്ല, കോപ്പിയിങ് അൺസ്ക്രപ്പുലസ്ലി ആൻഡ് മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ് അല്ലേ, അത് വരും. കോട്ടിംഗ് സംവൺ ആൻഡ് സൈറ്റിംഗ് ഹിം ഓർ ഹർ, റെഫറിംഗ് ടു പ്രീവിയസ് ഡേറ്റ ആൻഡ് വർക്കിംഗ് ഓവർ വിത്ത് ന്യൂ ഒബ്ജക്റ്റീവ്സ് അല്ല. പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ആളുടെ കണ്ടന്റിനെ കോപ്പി ചെയ്തിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ കോപ്പിയിങ് അൺസ്ക്രപ്പുലസ്ലി എന്നൊരു വാക്ക് വന്നു, അതാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. കോപ്പിയിങ് അൺസ്ക്രപ്പുലസ്ലി ആൻഡ് മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്, ദാറ്റ് ഈസ് പ്ലേഗറിസം. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഇൻ വിച്ച് എ റിസർച്ച് ഈസ് കണ്ടക്ടഡ് ഈസ് കോൾഡ്. ജൂൺ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ഡിസൈൻ ആണ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിസർച്ച് ഡിസൈൻ, ഓപ്ഷൻ ബി. കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക റിസർച്ച് ഡിസൈൻ ആണ്. സോ ഓപ്ഷൻ ബി റിസർച്ച് ഡിസൈൻ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10 എന്ന് പറയുന്നത് ജൂൺ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രിറ്റിക്കൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് ഇൻ എ റിസർച്ച് റിപ്പോർട്ട്, അതായത് ഒരു റിസർച്ച് റിപ്പോർട്ടിനകത്തെ ക്രിറ്റിക്കൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ടെസ്റ്റിംഗ് ലാംഗ്വേജ് ഫ്രം ആൻ എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, റിവീലിംഗ് ഇറ്റ്സ് മിസ്യൂസസ്, ഇവാലുവേറ്റിംഗ് ദ സ്റ്റൈലിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ്, ക്രിറ്റിക്വിംഗ് ദ ഐഡിയോളജി ഓഫ് ദ ഓതർ, ഒബ്സർവിംഗ് ദ ജെൻഡർ റോൾ പ്ലേഡ് ബൈ ലാംഗ്വേജ് അല്ല. ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഒരു റിസർച്ച് റിപ്പോർട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്താൽ അതിനകത്ത് ക്രിറ്റിക്കൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് ഉണ്ടാവും. ക്രിറ്റിക്കൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്തിക്സ്, അതായത് എത്തിക്കൽ റിസർച്ച് എത്തിക്സ്, എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ
ലാംഗ്വേജിനെ ടെസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ അതിന്റെ മിസ്യൂസസ് ഒക്കെ നമ്മൾ റിവീൽ ചെയ്യും. അതാണ് ക്രിട്ടിക്കൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് ലാംഗ്വേജ് ഫ്രം ആൻ എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, റിവീലിംഗ് ഇറ്റ്സ് മിസ്യൂസസ്. സോ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ്. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെക്ഷനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്താണ് റിസർച്ച്, റിസർച്ച് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, റിസർച്ച് പ്രോസസ്സ്, അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നീട് റിസർച്ച് എത്തിക്സ്, പ്ലേഗറിസം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ PYQs നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം ടീച്ചിങ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിസർച്ച് ഫീൽഡ്. ഇപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ അടുത്ത കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗും ഒക്കെ ആയിട്ട് ഒരു സെക്ഷൻ നമ്മൾ അടുത്ത് എടുക്കും. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇത്രയായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഫാക്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചേർന്ന് ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാണ് നമ്മളുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. PYQs കൂടുതൽ ഡിസ്കസ് ചെയ്യുക, അതുവഴി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സിലേക്ക് പോകും. അപ്പൊ നമുക്ക് PYQസും കിട്ടും. ഒരു PYQ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറെ റിലേറ്റഡ് ഫാക്ട്സും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോവുക. സോ ഇന്നത്തെ ഒരു സെക്ഷൻ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും താങ്ക് യു.